മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനം മഹല്ലുകളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളെ അവഗണിച്ചുകൊണ്ടാണ് SMF-ന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മീലാദ് വിളംബര റാലി നടത്തിയതെന്ന ആരോപണം തെറ്റാണെന്നും നാസർ ഫൈസി. അനൽ കാസേദ് തറയ്ക്ക് റിപ്പോർട്ട് കാണാം. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഈ വർഷത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ, പരിപാടികൾ എന്തൊക്കെയാണ്? സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായ ഒരു ക്യാമ്പയിൻ 3 മാസത്തെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. തിരുവസന്തം 15 നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ മദീന മുനവ്വറ സംഗമങ്ങൾ നടന്നു. മേഖലാടിസ്ഥാനത്തിലൊക്കെ തന്നെ ഖുബാ സംഗമങ്ങൾ നടന്നു. ഇപ്പോൾ ജില്ലകളിലൊക്കെ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ എല്ലാ ജില്ലകളിലും ത്വയ്ബ കോൺഫറൻസുകൾ നടത്തുകയാണ്. അതുപോലെ എല്ലാ മഹല്ല് തലങ്ങളിലും റൗള സംഗമങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കും. ഇപ്പോൾ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1-ന് മീലാദിനെ വരവേറ്റുകൊണ്ട് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും വരവേൽപ്പ് എന്ന പേരിൽ മീലാദ് വിളംബര റാലികൾ നടന്നു. ഇപ്പോൾ മദ്രസകളിലൊക്കെ നടക്കുന്ന പരിപാടിയുടെ പുറമെ മഹല്ല് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ഈ കൊല്ലം റൗള സംഗമങ്ങൾ എല്ലാ മഹല്ല് തലങ്ങളിലും മഹല്ല് നിവാസികളെ മുഴുവനും പങ്കെടുപ്പിച്ച് സ്ത്രീകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൗലിദ് പാരായണങ്ങളും അതുപോലെ തന്നെ അന്നദാനങ്ങളും പ്രഭാഷണങ്ങളും ദുആ സംഗമങ്ങളുമാണ് ഈ തവണ നടക്കുന്നത്. SMF-ന്റെ കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടി, അതിൽ ഈ ആൾക്കാരെ പങ്കാളിത്തം സംബന്ധിച്ചതോടൊപ്പം തന്നെ അതിലൊരു വിഭാഗം നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുമാണ് അത്തരത്തിൽ കെട്ടാങ്ങൽ പരിപാടി എന്നൊരു ആരോപണം, ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ആരെയും ഒഴിവാക്കുന്ന ഒരു പരിപാടി ഒരു കാരണത്താലും സുന്നി മഹല്ല് ഫെഡറേഷൻ ഇല്ല. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്നത് മഹല്ലിൻ്റെ പൊതുവേദിയാണ്. മഹല്ലിൽ ഒരുപക്ഷെ ആശയപരമായിക്കൊണ്ട് SMF-ന്റെ നിലപാടിനോട് യോജിക്കാത്ത ആളുകൾ പോലും ഒരുപക്ഷെ മഹല്ല് നിവാസികളുണ്ടാവും. അവർക്കും ആ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാവുന്ന വിധത്തിലാണ് നബിദിനാഘോഷ പരിപാടികൾ സംവിധാനിച്ചിട്ടുള്ളത്. ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ പരിപാടിയാണ് നടന്നത്. എല്ലാ പഞ്ചായത്തിലും നടക്കുന്ന റാലിയുടെ തലേ ദിവസം സംസ്ഥാനതല ഉദ്ഘാടനം മാത്രമാണ് ചാത്തമംഗലം പഞ്ചായത്തിൽ നടന്നത്. ചാത്തമംഗലം പഞ്ചായത്തിലുള്ള ആളുകൾ മാത്രമേ അതിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള സ്വഭാവത്തെ ഇതിനെ കാണേണ്ടതുള്ളൂ. തലേ ദിവസം നടക്കുന്ന ഒരു ഉദ്ഘാടന പ്രോഗ്രാം എന്ന നിലക്ക് സംസ്ഥാന ബാനർ അതിനുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ അങ്ങനെ നടക്കാറുണ്ട്. എല്ലാ കമ്മിറ്റികളും ആരെയും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരും സഹകരിക്കുന്നവരും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ SMF-ന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ത്വയ്ബ കോൺഫറൻസ്, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പുറത്തുനിന്നുള്ള പ്രതിനിധികളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെ 9 മണിക്ക് CM അക്കാമിൽ വെച്ചുകൊണ്ട് മടവൂർ CM അക്കാമിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ത്വയ്ബ കോൺഫറൻസ് ഒരു വേറിട്ട കോൺഫറൻസ് തന്നെയാണ്. അതിൽ പങ്കെടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതിലെ വിശിഷ്ടാതിഥികളായിക്കൊണ്ട് പങ്കെടുക്കുന്നവർ ബഹാവുദ്ദീൻ നദവിയും അതുപോലെ തന്നെ കൊയ്യോട് ഉമർ മുസ്ലിയാരും KT ഹംസ മുസ്ലിയാരും സംസ്ഥയുടെ മുഷാവറ മെമ്പർമാരും നേതാക്കന്മാരുമാണ്. അതിന് പുറമെ വിശിഷ്ടാതിഥികളായിക്കൊണ്ട് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, അദ്ദേഹം DGP ആണ്, അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ ശ്രീ രാഹുൽ ഈശ്വർ, അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ സംബന്ധിച്ച് നന്നായി പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, ഒരു ഫിലോസഫർ കൂടിയാണ്, അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. പിന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ഓണമള്ളി മുഹമ്മദ് ഫൈസിയൊക്കെ വിവിധങ്ങളായ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് സംസാരിക്കും. ബഹുസ്വരത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനവികത, കുടുംബം, ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് വിശിഷ്ടാദികളൊക്കെ ഇതിൽ സംബന്ധിക്കുന്നത്. ഒരു മഹല്ലിൽ നിന്ന് 10 വീതം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഏകദേശം 3000-ഓളം ആളുകൾ സംബന്ധിക്കുന്ന വലിയൊരു കോൺഫറൻസാണ് മടവൂരിൽ വെച്ചുകൊണ്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിക്കൊണ്ട് നടക്കുന്നത്.